സ്മാർട്ട് ഫോൺ ചരിത്രത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത നാമമാണ് HTC. തായ്വാനിൽ നിന്നുള്ള ഈ കമ്പനി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായിരുന്നു. ഇന്ന് ആപ്പിളും സാംസങ്ങും ഭരിക്കുന്ന വിപണിയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചത് HTC ആണ്. അവരുടെ വളർച്ചയും പതനവും ഏതൊരു ബിസിനസ് വിദ്യാർത്ഥിക്കും ഒരു പാഠമാണ്. ഈ വീഡിയോയിലൂടെ HTCയുടെ ആവേശകരമായ യാത്ര നമുക്ക് വിശദമായി പരിശോധിക്കാം. 1997 HTC സ്ഥാപിതമായത്. ഹൈടെക് കമ്പ്യൂട്ടർ കോർപ്പറേഷൻ എന്നായിരുന്നു കമ്പനിയുടെ പൂർണ്ണ രൂപം. ഷെർവാങ്, പീറ്റർ ചൗ എന്നിവരായിരുന്നു ഇതിന്റെ പിന്നിലെ പ്രധാന വ്യക്തികൾ. തുടക്കത്തിൽ ലാപ്ടോപ്പുകൾ നിർമ്മിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ആ മേഖലയിൽ വലിയ വിജയം ലഭിച്ചില്ല. തുടർന്ന് അവർ കയ്യിലൊതുങ്ങുന്ന ചെറിയ കമ്പ്യൂട്ടറുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ലോകത്തിലെ ആദ്യത്തെ ടച്ച് സ്ക്രീൻ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ധൈര്യം കാണിച്ചത് HTC ആയിരുന്നു. തുടക്കത്തിൽ HTC സ്വന്തം ബ്രാൻഡിലല്ല ഫോണുകൾ വിറ്റിരുന്നത്. വോഡഫോൺ, T-Mobile, O2 തുടങ്ങിയ വലിയ ടെലികോം കമ്പനികൾക്ക് വേണ്ടി അവർ ഫോണുകൾ നിർമ്മിച്ചു നൽകി. ഇതിനെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ എന്ന് വിളിക്കും. മൈക്രോസോഫ്റ്റുമായി ചേർന്ന് വിൻഡോസ് CE എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഉപകരണങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. HTC മജീഷ്യൻ അക്കാലത്തെ ശ്രദ്ധേയമായ മോഡലുകളായിരുന്നു. 2000കളുടെ മധ്യത്തോടെ അവർ ഒരു പ്രധാന തീരുമാനമെടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടി ഫോൺ നിർമ്മിക്കുന്നതിന് പകരം സ്വന്തം പേരിൽ ബ്രാൻഡ് വളർത്താൻ അവർ തീരുമാനിച്ചു. 2006 HTC ടച്ച് എന്ന ഫോണിലൂടെ അവർ സ്വന്തം വ്യക്തിത്വം തെളിയിച്ചു. ഐഫോൺ വരുന്നതിന് മുൻപ് തന്നെ മനോഹരമായ ടച്ച് സ്ക്രീൻ അനുഭവങ്ങൾ നൽകാൻ അവർക്ക് കഴിഞ്ഞു. 2008 HTC ലോകത്തെ ഞെട്ടിച്ചു. ഗൂഗിളുമായി ചേർന്ന് അവർ ലോകത്തെ ആദ്യത്തെ ആൻഡ്രോയിഡ് ഫോൺ പുറത്തിറക്കി. HTC ഡ്രീം അഥവാ T-Mobile G1 എന്നായിരുന്നു അതിന്റെ പേര്. ആപ്പിളിന്റെ ഐഫോണിന് ലഭിച്ച ആദ്യത്തെ യഥാർത്ഥ വെല്ലുവിളിയായിരുന്നു ഇത്. ഈ ഫോണിലൂടെയാണ് ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകം അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് വന്ന വർഷങ്ങളിൽ HTC തുടർച്ചയായി വിജയങ്ങൾ കൊയ്തു. HTC മാജിക്, HTC ഹീറോ തുടങ്ങിയ ഫോണുകൾ വലിയ തരംഗമായി. 2010 ഗൂഗിൾ അവരുടെ ആദ്യത്തെ സ്വന്തം ഫോണായ Nexus 1 നിർമ്മിക്കാനുള്ള കരാർ നൽകിയത് HTCക്കാണ്. അത് അവരുടെ ആഗോള പ്രശസ്തി കുതിച്ചുയരാൻ കാരണമായി. 2011 ആയപ്പോഴേക്കും HTC അമേരിക്കയിലെ 1-ാം നമ്പർ സ്മാർട്ട് ഫോൺ കമ്പനിയായി മാറി. അന്ന് സാംസങ്ങിനും ആപ്പിളിനും താഴെയായിരുന്നു HTCയുടെ സ്ഥാനം. HTC ഫോണുകൾ എന്നും അവയുടെ ഡിസൈനിന് പേര് കേട്ടവയായിരുന്നു. സാങ്കേതിക വിദ്യയിൽ അവർ എന്നും ഒരു പടി മുന്നിലായിരുന്നു. ആൻഡ്രോയിഡ് അക്കാലത്ത് അത്ര മനോഹരമായിരുന്നില്ല. എന്നാൽ HTC അതിനു മുകളിൽ സെൻസ് എന്ന സ്വന്തം ഇന്റർഫേസ് നൽകി. ഇത് ഉപയോക്താക്കൾക്ക് വലിയൊരു മാറ്റം നൽകി. മനോഹരമായ കാലാവസ്ഥാ വിഡ്ജറ്റുകളും ആനിമേഷനുകളും ആളുകളെ HTCയിലേക്ക് ആകർഷിച്ചു. പ്ലാസ്റ്റിക് ഫോണുകൾ വിപണി ഭരിക്കുമ്പോൾ HTC ലോഹങ്ങൾ ഉപയോഗിച്ചുള്ള ബോഡി പരീക്ഷിച്ചു. HTC One M7 എന്ന ഫോൺ ഇതിന് മികച്ച ഉദാഹരണമാണ്. പൂർണ്ണമായും അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ഈ ഫോൺ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്മാർട്ട് ഫോണായി പലരും ഇന്നും കണക്കാക്കുന്നു. സംഗീത പ്രേമികൾക്കായി മുൻവശത്ത് 2 സ്പീക്കറുകളുള്ള ഫോണുകൾ അവർ കൊണ്ടുവന്നു. ബീറ്റ്സ് ഓഡിയോ സാങ്കേതികവിദ്യ അവർ ഫോണുകളിൽ ഉൾപ്പെടുത്തി. മൊബൈലിൽ സിനിമ കാണുന്നവർക്കും പാട്ട് കേൾക്കുന്നവർക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അൾട്രാ പിക്സൽ എന്ന പുതിയൊരു രീതി അവർ ക്യാമറയിൽ കൊണ്ടുവന്നു. മെഗാ പിക്സലുകൾക്ക് പിന്നാലെ ഓടാതെ വലിയ പിക്സലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ചിത്രങ്ങൾ എടുക്കാൻ ഇത് സഹായിച്ചു. എന്നാൽ ഇത് വിപണിയിൽ വേണ്ടത്ര വിജയിച്ചില്ല. HTCയുടെ വിജയഗാഥയ്ക്ക് മങ്ങലേറ്റത് വളരെ പെട്ടെന്നായിരുന്നു. അവർ സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അത് നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. ഇതിന് പ്രധാന കാരണം സാംസങ്ങിന്റെ കടന്നുകയറ്റമാണ്. സാംസങ് അവരുടെ ഗാലക്സി സീരീസിലൂടെ വലിയ തോതിൽ വിപണി പിടിച്ചടക്കി. സാംസങ്ങിന് സ്വന്തമായി ഡിസ്പ്ലേകളും പ്രൊസസ്സറുകളും നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. എന്നാൽ HTCക്ക് പല ഭാഗങ്ങൾക്കും മറ്റ് കമ്പനികളെ ആശ്രയിക്കേണ്ടി വന്നു. ഇത് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ചു. കൂടാതെ HTCയുടെ വിതരണ ശൃംഖലയിൽ ചില തകരാറുകൾ സംഭവിച്ചു. പുതിയ മോഡലുകൾ വിപണിയിൽ എത്തിക്കാൻ അവർക്ക് കാലതാമസമുണ്ടായി. ഈ സമയം കൊണ്ട് സാംസങ് തങ്ങളുടെ ഫോണുകൾ ലോകം മുഴുവൻ എത്തിച്ചു കഴിഞ്ഞിരുന്നു. HTCക്ക് ഒരു മികച്ച മോഡൽ ഉണ്ടെങ്കിലും അത് ആവശ്യക്കാരിലേക്ക് കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയാത്തത് വലിയ പോരായ്മയായി മാറി. 2012 ശേഷം HTCയുടെ പ്രതാപം മങ്ങാൻ തുടങ്ങി. HTC മികച്ച ഫോണുകൾ നിർമ്മിച്ചു, പക്ഷേ അത് ലോകത്തോട് വിളിച്ചു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. സാംസങ് അവരുടെ ഫോണുകൾ വിൽക്കാൻ കോടിക്കണക്കിന് ഡോളർ പരസ്യങ്ങൾക്കായി ചിലവഴിച്ചു. HTCയുടെ മാർക്കറ്റിംഗ് വളരെ ദുർബലമായിരുന്നു. മികച്ച ഉൽപ്പന്നമുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് അവരെ തളർത്തി. HTC ഒരേ സമയം നിരവധി ഫോണുകൾ വിപണിയിൽ ഇറക്കി. ഇത് ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കി. HTC വൈൽഡ് ഫയർ, ഡിസയർ, ഇൻക്രെഡിബിൾ എന്നിങ്ങനെ പേര് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ അവർ മോഡലുകൾ ഇറക്കി. ഇത് കമ്പനിയുടെ ബ്രാൻഡ് മൂല്യം കുറച്ചു. ആപ്പിൾ HTCക്കെതിരെ പല രാജ്യങ്ങളിലും പേറ്റന്റ് ലംഘനത്തിന് കേസ് നൽകി. ഇത് കമ്പനിയുടെ ആത്മവിശ്വാസത്തെയും സാമ്പത്തിക നിലയെയും ബാധിച്ചു. അമേരിക്കയിൽ ചില HTC ഫോണുകളുടെ ഇറക്കുമതി നിരോധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. ഷവോമി, വിവോ, ഓപ്പോ തുടങ്ങിയ ചൈനീസ് കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഫീച്ചറുകൾ നൽകി തുടങ്ങി. HTC എപ്പോഴും ഒരു പ്രീമിയം ബ്രാൻഡ് ആയിരിക്കാനാണ് ആഗ്രഹിച്ചത്.
എന്നാൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ മികച്ച ഫോണുകൾ ചൈനീസ് ബ്രാൻഡുകൾ നൽകിയപ്പോൾ HTCക്ക് വിപണി നഷ്ടപ്പെട്ടു. HTC ഫോണുകൾക്ക് ഗുണനിലവാരം ഉണ്ടായിരുന്നുവെങ്കിലും അവ കേടായാൽ നന്നാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സർവീസ് സെന്ററുകളുടെ കുറവും പാർട്സുകൾ ലഭിക്കാനുള്ള പ്രയാസവും ഉപയോക്താക്കളെ അകറ്റി. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നൽകുന്നതിലും അവർ വലിയ താമസം വരുത്തി. 2016-ൽ HTC One M10, HTC U11 തുടങ്ങിയ ഫോണുകളിലൂടെ തിരിച്ചു വരാൻ അവർ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും സാംസങ്ങും ആപ്പിളും വിപണി പിടിച്ചടക്കിയിരുന്നു. 2017-ൽ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടി. ആ സമയത്താണ് ഗൂഗിൾ സഹായമായി എത്തിയത്. HTCയുടെ സ്മാർട്ട് ഫോൺ ഗവേഷണ വിഭാഗത്തിലെ 2000-ഓളം എഞ്ചിനീയർമാരെ ഗൂഗിൾ ഏറ്റെടുത്തു. $1.1 ബില്യൺ ഇതിനായി ഗൂഗിൾ നൽകിയത്. ഗൂഗിളിന്റെ സ്വന്തം ഫോണായ പിക്സൽ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഈ എഞ്ചിനീയർമാരാണ്. ഈ കരാറോടെ HTCയുടെ സ്മാർട്ട് ഫോൺ നിർമ്മാണം ഏതാണ്ട് നിലച്ച അവസ്ഥയിലായി. HTC എന്ന ബ്രാൻഡ് ഒരു സ്പെഷ്യലിസ്റ്റ് വിഭാഗമായി മാത്രം ഒതുങ്ങി. സ്മാർട്ട് ഫോൺ രംഗത്ത് പരാജയപ്പെട്ടെങ്കിലും HTC മറ്റൊരു വലിയ മേഖലയിൽ വിജയം കണ്ടെത്തി. അത് വെർച്വൽ റിയാലിറ്റിയാണ്. HTC Vive എന്ന അവരുടെ VR ഉപകരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഗെയിമിംഗ്, മെഡിക്കൽ ട്രെയിനിങ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ HTC Vive വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നു. സ്മാർട്ട് ഫോൺ വിപണിയിൽ നിന്ന് അവർ പൂർണ്ണമായും പിന്മാറിയിട്ടില്ല. വിയറ്റ്നാം, തായ്വാൻ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ അവർ പുതിയ ഫോണുകൾ ഇറക്കാറുണ്ട്. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലുള്ള ഫോണുകൾ അവർ പരീക്ഷിക്കുന്നുണ്ട്. എങ്കിലും പഴയ പ്രതാപം തിരിച്ചു കിട്ടിയിട്ടില്ല. വരും കാലത്ത് മെറ്റാവേഴ്സ് പോലുള്ള സാങ്കേതിക വിദ്യകളിൽ HTC വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. HTCയുടെ കഥ ആവേശകരവും അതേസമയം സങ്കടകരവുമാണ്. ഒരു ചെറിയ സ്റ്റാർട്ടപ്പിൽ നിന്ന് ലോകം ഭരിക്കുന്ന കമ്പനിയായി അവർ വളർന്നു. ആൻഡ്രോയിഡ് എന്ന വലിയ ലോകം നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അവരാണ്. എന്നാൽ വിപണിയിലെ കടുത്ത മത്സരവും ചില തെറ്റായ തീരുമാനങ്ങളും അവരെ താഴേക്ക് വീഴ്ത്തി. സാങ്കേതിക വിദ്യയിൽ ആരും എന്നും ഒന്നാമനായി ഇരിക്കില്ല എന്ന വലിയ പാഠമാണ് HTC നൽകുന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഗുണനിലവാരം മാത്രം പോരാ, അത് ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവും ബിസിനസ്സിൽ അത്യാവശ്യമാണ്. സ്മാർട്ട് ഫോൺ വിപ്ലവത്തിന് തുടക്കമിട്ട HTC എന്നും മൊബൈൽ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെടും. ഈ സ്മാർട്ട് ഫോൺ ഭീമന്റെ ഈ കഥ ഏതൊരു സംരംഭകനും ഒരു വലിയ പ്രചോദനവും ഒപ്പം വലിയൊരു പാഠവുമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.